ഭാരതീയ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ട അടിസ്ഥാന യാഥാർത്ഥ്യം എന്താണ് എന്നതാണ് ഈ വീഡിയോയിലെ ചിന്താവിഷയം. ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പായി ഞാൻ നിങ്ങളുമായി പങ്കിട്ട വീഡിയോയിൽ ഇലക്ഷൻ കമ്മീഷൻ ആരോപിക്കപ്പെടുന്നത് പോലെ കഴിഞ്ഞ ഇലക്ഷനും ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ട് പട്ടിക പുതുക്കൽ പ്രക്രിയയും കൈകാര്യം ചെയ്യുന്നതിൽ എനിക്ക് അല്പം പോലും അതിശയമില്ല. അങ്ങനെ ആയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടേനേയും എന്ന് സൂചിപ്പിച്ചു. മാത്രവുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സമൂഹത്തിനും രാജ്യത്തിനും ആകമാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അധഃപതനത്തിൻ്റെ സൂചികകളായിട്ട് വേണം നാം മനസ്സിലാക്കേണ്ടത് എന്ന കാര്യവും ഞാൻ സൂചിപ്പിച്ചു. ആ ചിന്തയുടെ പിറകിൽ വർത്തിക്കുന്ന ആധ്യാത്മിക ധാർമ്മികമായ പരിഗണനകളാണ്, തത്വങ്ങളാണ്, പ്രമാണങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ കുറച്ചുകൂടെ സ്പഷ്ടീകരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കാരണം ശ്രദ്ധേയമായ അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ളത് എന്ന് നമുക്ക് തോന്നിക്കാവുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ രണ്ട് വ്യത്യസ്തമായ വിധത്തിൽ നമുക്കിതിനോട് പ്രതികരിക്കാൻ സാധിക്കും. ഒന്ന്, ആ സംഭവത്തെ ഒറ്റപ്പെട്ട സംഭവമായി കാണുകയും അതിൽ പങ്കെടുക്കുന്ന ആളുകളെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും അവരെ ഒരു സമൂഹത്തിൻ്റെയും മനുഷ്യരാശിയുടെ തന്നെ അപമാനമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം നേടിയെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള നമ്മുടെ കടമയെ 100% അവഗണിച്ച് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാര്യം ഈ പരാമർശിക്കപ്പെടുന്ന ചില വ്യക്തികൾ മാത്രമാണ്, ബാക്കിയുള്ളവരെല്ലാം നല്ലവരാണ്, ഈ 8, 10, 5, 2, 3, 1.5 വ്യക്തികളില്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യം അതിമഹത്തരമായി സ്ഥിതി ചെയ്തിരുന്നതിന്, ഇത് ധാർമ്മികമായ നിലവാരത്തിൻ്റെ ലോകോത്തരമായ മാതൃകയായിരുന്നതിന് എന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാത്ത വിധത്തിൽ ചില നിഗമനങ്ങളെ അള്ളിപ്പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ വക നൽകുന്ന ഒരു സമീപനമാണിത്, സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ടുള്ള നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? നമ്മുടെ പൊതുവായ അവസ്ഥ വളരെ പരിതാപകരമാണ്, അപകടകരമാണ്. ഇതിന് മാറ്റം വരുത്തണം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രോഗലക്ഷണങ്ങൾ മാത്രമാണ്, അത് രോഗത്തിൻ്റെ ആകെത്തുകയല്ല. രോഗത്തിന് ചികിത്സിക്കാതെ രോഗലക്ഷണങ്ങൾ മാറുകയില്ല എന്ന വളരെ ലളിതവും അടിസ്ഥാനപരവുമായ യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിയുവാൻ മനുഷ്യർ വൈമുഖ്യം കാണിക്കുന്നതിൻ്റെ കാര്യം, ആ തിരിച്ചറിവിൽ കൂടെ വ്യക്തികളും സമൂഹങ്ങളും ചില ഉത്തരവാദിത്വ ബോധത്തിലേക്ക് കടക്കണം. അതാർക്കും വലിയ സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. ലോകം നന്നാകണം, പക്ഷേ എനിക്ക് നന്നാകാൻ വയ്യ എന്ന ഒരു നിലപാടിനെയാണ് നാം ഇവിടെ പൊതുരംഗത്തിപ്പോൾ വലിയ ആവേശത്തോടുകൂടെ എടുത്ത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. ഇതിൽ കൂടെ നിലനിൽക്കുന്ന യാതൊരു നേട്ടവും മനുഷ്യരാശിക്കോ രാജ്യത്തിനോ സമൂഹത്തിനോ വ്യക്തികൾക്കോ ഉണ്ടാകുകയില്ല. ഇങ്ങനെ ഈ സംഭവത്തിന് ശേഷം അനേക സംഭവങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അടിസ്ഥാന പ്രമാണത്തിന് മാറ്റം വരാത്തിടത്തോളം കാലം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അപഹാസ്യമായ സംഭവങ്ങൾ, അതിൻ്റെ പരമ്പരകൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ സമീപനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സംഭവത്തിൽ കൂടെ വെളിപ്പെട്ടു വരുന്ന പൊതുവായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിലെനിക്കും പങ്കുണ്ട്, പറയുന്ന എല്ലാവർക്കും പങ്കുണ്ട്. ഇത് മനുഷ്യ സ്വഭാവം, അതിപ്പോഴായിരിക്കുന്ന അവസ്ഥയുടെ അധഃപതനത്തിൽ കൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന വൈകല്യമാണ്.
അതുകൊണ്ട് മനുഷ്യ സ്വഭാവത്തിന് കാര്യമായ ഒരു പരിഷ്കരണം, ഒരു ഉന്നമനം പ്രാപിക്കത്തക്കവണ്ണമുള്ള സമീപനം നാം ആർജിച്ചില്ല എങ്കിൽ ചില വ്യക്തികൾക്കെതിരെ അക്രമം അല്ലെങ്കിൽ വിമർശനം അഴിച്ചു വിട്ടതുകൊണ്ട് പ്രയോജനമില്ല എന്ന പച്ച പരമാർത്ഥമാണ്. ഞാൻ ഈ രണ്ടാമത്തെ കൂട്ടത്തിൽ ചിന്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇലക്ഷൻ കമ്മീഷണറെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അദ്ദേഹത്തിൻ്റെ 2 സഹപ്രവർത്തകരെയും ചിലർ ചെയ്യുന്നത് പോലെ വിമർശിക്കുവാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞത്. അവർ ചെയ്തത് എന്ന് ആരോപിക്കപ്പെടുന്നത്, പ്രത്യേക ശ്രദ്ധിക്കുക, ആരോപിക്കപ്പെടുന്നത് അവരങ്ങനെ ചെയ്തോ ഇല്ലയോ എന്ന് വ്യക്തിപരമായി കണ്ടുപിടിച്ച് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള സാഹചര്യം എനിക്കില്ല. ആരോപണമാണ്. അങ്ങനെ ആരോപിക്കപ്പെടുന്നത് ഈ സമൂഹത്തിലാകമാനം സ്ഥിതി ചെയ്യുന്ന ധാർമ്മിക അധപ്പതനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വിഷം എൻ്റെ ഉള്ളിലുമുണ്ട്. അത് തിരിച്ചറിയുക എന്നതാണ് ആത്മീകമായ കടമ. അവിടെയാണ് എൻ്റെ നിലപാട് എന്ന് ഞാൻ സൂചിപ്പിക്കാം. ഇനിയും ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി 1-2 കാര്യങ്ങൾ, വളരെ ലളിതമായ കാര്യം മാത്രം ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. നാം ഇവിടെ എന്താണ് കാണുന്നത് ഈ സംഭവത്തിൽ? അതായത് 2024 ജനറൽ ഇലക്ഷൻ നടത്തിയതിലും ഇപ്പോൾ ബീഹാറിൽ പുരോഗമിച്ചു വരുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്, അതിലുള്ള ഭീമമായ ക്രമക്കേടുകളും ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്താണ്? അത് വളരെ വളരെ ലളിതമാണ്. അതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ ആളുകൾ കൂട്ടാക്കാത്തത് എന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ. സ്വാർത്ഥത എന്ന് പറയും, സെൽഫ്. ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ യേശുവിൻ്റെ ഒരു വാക്ക് പറയട്ടെ, ഒരു വാചകം. നിങ്ങൾ സ്വയത്തെ ത്യജിക്കുന്നില്ല എങ്കിൽ എന്നെ അനുഗമിപ്പാൻ സാധ്യമല്ല. ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് മതപരമായ ഒരു പ്രസ്താവനയല്ല. യേശുവിൻ്റെ ഒരു പ്രസ്താവനയും മതപരമായ പ്രസ്താവനയല്ല. ക്രിസ്ത്യാനികൾ യേശുവിനെ മതത്തിൻ്റെ ഒരു തണലാക്കി ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു. യേശു മതം സ്ഥാപിച്ചില്ല. മതം മനുഷ്യന് അപകടമാണ് എന്ന് വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ്. മതം മനുഷ്യർക്ക് വേണ്ടി നിൽക്കണം, മനുഷ്യരെ മതത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന ചരിത്രത്തിൽ ആദ്യമായി വിപ്ലവാത്മകമായി വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് യേശു. അതുകൊണ്ടാണ് യേശുവിനെ മതത്തിൻ്റെ സംരക്ഷകർ, മതത്തെ വല്ലവിധേനയും രക്ഷിക്കുന്നതിന് വേണ്ടി കൊന്നുകളഞ്ഞത്. ഇതൊക്കെ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു നിന്നിട്ടും യേശുവിനെ ഒരു മതസ്ഥാപകനായ ആളുകൾ കാണുന്നത് വളരെ സങ്കടകരമാണ് എന്ന് മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. അപ്പോൾ യേശു പറയുന്നത്, നിങ്ങൾ സ്വയത്തെ ത്യജിക്കുന്നില്ല എങ്കിൽ എന്നെ അനുഗമിപ്പാൻ സാധ്യമല്ല. ഈ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അല്ല, ഒരു തത്വത്തെയാണ്. യേശു എന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു തത്വമാണ്. എന്താണ് തത്വം? ആ തത്വം ക്രിസ്ത്യാനിക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ ആർക്ക് മനസ്സിലാകാനാണ്? യേശു തന്നെപ്പറ്റി പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യുന്നത് എൻ്റെ ഭക്ഷണവും പാനീയവുമാണ്. പിന്നെയും പറയുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. പിന്നെയും പറയുന്നു, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം അത്രേ നടക്കാൻ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ, അല്ല എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണ് നടക്കാൻ. ഇതിൽ കൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം, ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്താണ്? സ്വയത്തെ അതിജീവിച്ചുകൊണ്ട് സ്വയത്തിന് അതീതമായി സ്ഥിതി ചെയ്യുന്ന സാർവലൗകികമായ യാഥാർത്ഥ്യത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു വ്യക്തി തൻ്റെ വ്യക്തിത്വത്തെയും ജീവിത ലക്ഷ്യത്തെയും ദൗത്യത്തെയും രൂപീകരിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതാവഹമായ രൂപാന്തരത്തിൻ്റെ പേരാണ് യേശു എന്നുള്ളത്. യേശുവിനെ ഒരു ചരിത്രപുരുഷനായി മാത്രമല്ല യേശു ചരിത്രപുരുഷനല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം, ഏറ്റവും വലിയ അപരാധം, ദ്രോഹം, യേശുവിനെ ഒരു ചരിത്രപുരുഷനായി മാത്രം കാണുകയും 2000 വർഷത്തിന് മുമ്പ് അവൻ എവിടെയോ ഭൂമി ശാസ്ത്രത്തിൻ്റെ ഒരു കോണിൽ ജീവിച്ചു മരിച്ചുപോയി, അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് കത്തോലിക്കനാണ് യേശുവിൻ്റെ അമ്മയും പിടിച്ചോണ്ട് പിന്നെ അത് കച്ചവടമാക്കി ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇതൊക്കെ
യേശുവാകുന്ന സത്യത്തെ 100% തമസ്കരിക്കുന്ന സമീപനങ്ങളാണെന്ന് എപ്പോൾ ക്രിസ്ത്യാനി മനസ്സിലാക്കും എന്നതാണ് എൻ്റെ അങ്കലാപ്പ്. അപ്പോൾ ദയവായി മനസ്സിലാക്കുക, യേശു ഈ ലോകത്തിൽ വന്നത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, മനുഷ്യജാതിക്ക് മുഴുവനും വളരെ പ്രസക്തമായ ഒരു സാർവലൗകിക തത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതെന്താണ്? മനുഷ്യരായി പിറന്ന നമുക്ക് വ്യക്തികളായും സമൂഹങ്ങളായും നമ്മുടെ മനുഷ്യത്വത്തോട് തന്നെ നീതി പാലിക്കുന്നതിൽ വിജയിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? സ്വയത്തെ അതിജീവിക്കണം. എന്താണ് സ്വയത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? സ്വയം എന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ ചെറിയ കാര്യമാണ്. എൻ്റെ സൗകര്യം, എൻ്റെ കൊച്ചു കൊച്ചു നേട്ടങ്ങൾ, എൻ്റെ സമ്പാദ്യങ്ങൾ, എൻ്റെ അവസരങ്ങൾ, പിന്നെ എൻ്റെ അഹന്ത, പിന്നെ എൻ്റെ ഹുങ്കത്തരം, പൊള്ളത്തരം, അല്പത്തരം. ഈ ചെറിയ ചെറിയ ഇടങ്ങളിൽ മനുഷ്യൻ തങ്ങിക്കിടക്കുമ്പോൾ പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ പ്രവർത്തിക്കാൻ മാത്രമേ അവന് സാധിക്കുകയുള്ളൂ. അത് ഓരോ വ്യക്തിയും അവൻ്റെ മനുഷ്യത്വത്തിന് നാണക്കേട് വരുന്ന വിധത്തിൽ മാത്രം പ്രവർത്തിക്കുവാൻ അവനെ അനുവദിക്കും. നാം വിശാലമായ ഒരു ബോധം പ്രാപിക്കുമ്പോൾ, വൈഡർ കോൺഷ്യസ്നെസ്, നമ്മുടെ തന്നെ നിലപാടിനെ കുറച്ചുകൂടെ വിമർശനാത്മകമായി പരിഗണിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇപ്പം എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഞാനൊരു 40 വയസ്സ് വരെ ക്രിസ്തീയ മത സംവിധാനങ്ങളുടെ ഉള്ളിൽ മാത്രം പ്രവർത്തിച്ച വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് പോകുന്നത് പാപമാണ് എന്ന ചെറുപ്പത്തിൽ ആരോ പൊട്ടത്തരം എൻ്റെ മനസ്സിൽ സ്ഥാപിച്ചതനുസരിച്ച് എരുത്തിൽ കെട്ടിയ പശുവിനെ പോലെ ജീവിച്ച വ്യക്തിയാണ് ഞാൻ 40 വയസ്സ് വരെ. എന്നാൽ ആ കാലഘട്ടമായപ്പോൾ ദൈവകൃപയാൽ, ദൈവനിശ്ചയപ്രകാരം ഈ പശുക്കൂട്ടിൽ നിന്ന്, ഈ എരുത്തിൽ നിന്ന് ഒന്ന് വെളിയിലോട്ട് പോകാനും വിശാലമായ ലോകത്തിൻ്റെ ഒരു ചെറിയ കോണിനോട് അല്പമെങ്കിലും ബന്ധം പുലർത്തുവാനും എനിക്കിടയായതിൽ കൂടെ എൻ്റെ കാഴ്ചപ്പാടിൽ കാര്യമായ വിപ്ലവാത്മകമായ വ്യത്യാസം വന്നു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പറമ്പിൽ മാത്രം നിൽക്കുകയാണ്. രാത്രി നോക്കുമ്പോൾ മുകളിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ ചന്ദ്രൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, നിങ്ങളുടെ പറമ്പിൽ മാത്രമാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. അങ്ങനെ 20 വർഷം 30 വർഷം നിങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വിശ്വാസം കുറച്ചുകൂടി ഉറച്ചു, കട്ടിയായി. പക്ഷെ ഒരു ദിവസം എങ്ങനെയോ നിങ്ങളുടെ വീടിൻ്റെ വെളിയിലത്തെ ഗേറ്റ് തുറന്ന് നിങ്ങൾ വെളിയിലേക്ക് രാത്രി നടക്കാൻ പോയപ്പോൾ മനസ്സിലായിട അവിടെ ഉണ്ടല്ലോ ചന്ദ്രൻ എന്ന് മനസ്സിലായി. അപ്പോൾ തിരിച്ചറിഞ്ഞു, അയ്യോ, ഞാൻ ഇതുവരെ വിചാരിച്ചത് തെറ്റായിരുന്നുവല്ലോ എന്ന് മനസ്സിലായി. ഇതാണ് ഇന്നത്തെ തത്വം. അപ്പോൾ എന്തുകൊണ്ട് നാം സ്വയത്തെ ത്യജിക്കണമെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൻ്റെ കേന്ദ്രബിന്ദു നമ്മൾ ആരുമല്ല. ഈ ലോകം, പ്രകൃതി, ഈ ബ്രഹ്മാണ്ടം നമ്മുടെ ആരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചതോ അതിനനുസരിച്ച് നൃത്തം ചവിട്ടുന്നതോ പ്രതിഭാസങ്ങളല്ല. പിന്നെയോ നാം ഓരോരുത്തരും നമുക്ക് അതീതമായ വലിയ വലിയ ഒരു സാധ്യതയുടെ അംശങ്ങളാണ്. ഓരോ വ്യക്തിയും മനുഷ്യരാശിയുടെ മാഹാത്മ്യത്തെ കണക്കിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കുവാൻ. മനുഷ്യരാശിയുടെ മാഹാത്മ്യത്തിൻ്റെ ഉള്ളടക്കം എന്നത് വെളിപ്പെടുത്തുവാനാണ് മഹാരഥന്മാരായ ആത്മീയ പ്രബുദ്ധതയുള്ള വ്യക്തികൾ വളരെ വിരളമായി ആണെങ്കിൽ പോലും കാലാകാലങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിലൊരു വ്യക്തിയാണ് യേശുക്രിസ്തു. ഇപ്പോൾ സിദ്ധാർത്ഥൻ, പിന്നീട് ബുദ്ധ ഭഗവാൻ എന്ന് അറിയപ്പെട്ട സിദ്ധാർത്ഥൻ എന്തുകൊണ്ടാണ് രാജകൊട്ടാരവും അതിൻ്റെ എല്ലാവിധമായ സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് ഒരു ഭിക്ഷാന്തേഹിയായി മരണതുല്യമായ അവസ്ഥയിൽ കഴിഞ്ഞിട്ട് മനുഷ്യർക്ക് ബോധോദയം ഉണ്ടാകത്തക്കവണ്ണം തന്നെ സമർപ്പിച്ചത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പുറകിൽ വർത്തിച്ച മർമ്മം എന്താണ്? അതിനെപ്പറ്റി നിങ്ങൾ അത്ഭുതപ്പെടാത്തത് എന്താണ്? ഞാൻ ക്രിസ്ത്യാനികളോട് ചോദിക്കുകയാണ്. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്.
യേശു പറഞ്ഞു, ഈ ലോകത്തിലെ എല്ലാ അധികാരങ്ങളും എനിക്ക് അവകാശപ്പെട്ടതാണ്, പക്ഷേ തലചായ്ക്കാൻ ഇടമില്ലാത്തവനെ പോലെ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കുകയും സകല ജനത്തിൻ്റെയും പ്രത്യാശയായി ഞാൻ നിലനിൽക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊരു വ്യക്തിയെ ഉയർത്തുന്ന മർമ്മം എന്താണ്? നിങ്ങൾ അന്വേഷിക്കണം, ചിന്തിക്കണം. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ ആ തലത്തിൽ നമുക്ക് വളരാൻ കഴിയണം. അപ്പോൾ 2 തരത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എൻ്റെ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകളെ, ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ അവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ്. ഞാൻ ഈ അവതരിപ്പിച്ച ആശയം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അല്പം വേറിട്ട കാഴ്ചപ്പാട് എനിക്ക് എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ ആത്മീയത ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അവതരിപ്പിക്കുകയാണ്. 2 വിധത്തിൽ എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ സാധ്യതകളോട്, ഓപ്പർച്യൂണിറ്റീസ് പ്രതികരിക്കാം. ഒന്ന്, ഉദാഹരണം ഒക്കെ കോൺക്രീറ്റായിട്ട് ചിന്തിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ഞാൻ 2007 മുതൽ 2016 വരെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അതിനു മുൻപ് ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷൻ്റെയും അതിനുശേഷം നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അംഗമായിരുന്നു. ഈ തസ്തികയിലൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ 2 സാധ്യതകളുണ്ടായിരുന്നു. ഒന്ന്, ഈ സ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ എൻ്റെ താല്പര്യം, എൻ്റെ ലാഭം, എൻ്റെ നേട്ടം, തലമുറകൾക്കായി എനിക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ, നേട്ടങ്ങൾ ഏറ്റവും വിപുലമാക്കാൻ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? അങ്ങനെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തെ ഞാൻ കാണുന്നത് എൻ്റെ സ്വയത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാത്രമാണ്. അത് വളരെ ഇടുങ്ങിയ കാഴ്ചപ്പാടാണ്. ആ ഇടുങ്ങിയ കാഴ്ചപ്പാടുകൾ നോക്കുമ്പോൾ പണം 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 അതേത് വിധത്തിലുണ്ടാക്കാമോ അതാണ് ഏറ്റവും നല്ലത്. എന്ന് മാത്രവുമല്ല, എന്നെ ആ സ്ഥാനത്തേക്കൊക്കെ കയറ്റി വെച്ചവരെ ഞാൻ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തി നിർത്തേണ്ടത്, അല്ലെങ്കിൽ അടുത്ത തവണ വരുമ്പോൾ ഞാൻ തട്ടിപ്പോകും. അപ്പം അവരുടെ ഇംഗിതമനുസരിച്ച് എൻ്റെ പ്രവൃത്തികൾ രൂപപ്പെടുത്തുക എന്നത് എൻ്റെ ഒരു വലിയ ലക്ഷ്യമായിരിക്കും, കരുതലായിരിക്കും. ഇതെൻ്റെ യാഥാർത്ഥ്യമാണ്. എന്നാൽ വേറൊരു സാധ്യതയുണ്ട്. എന്താണ്? ഈ അവസരങ്ങൾ എനിക്ക് ലഭ്യമാകുന്നത് ചില വ്യക്തികളുടെ ഔദാര്യം കൊണ്ടല്ല. അതിൻ്റെ പിറകിൽ ഉന്നതമായ ഒരു കണക്കുകൂട്ടലും പദ്ധതിയും പ്ലാനുമുണ്ട്. അതിനെയാണ് ഞാൻ മാനിക്കേണ്ടത്. ആ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എൻ്റെ ലാഭമോ എൻ്റെ ഭാവിയോ അല്ല, ഈ സമൂഹത്തിന്, ഈ രാജ്യത്തിന്, ഈ സ്ഥാപനത്തിന് എന്നിൽ കൂടെ സംഭവിക്കേണ്ട അനുഗ്രഹം എന്താണ്, അത് വ്യക്തമായി മനസ്സിലാക്കുകയും അത് യാഥാർത്ഥ്യമാക്കി തീർക്കേണ്ടതിന് സാഹസികമായി ജീവൻ പണയപ്പെടുത്തി പ്രവർത്തിക്കേണ്ടി വന്നാലും അങ്ങനെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സ്വയത്തെ സമർപ്പിക്കുന്ന ഒരു സമീപനമുണ്ട്. ഈ 2 സമീപനങ്ങളും പരസ്പര വിരുദ്ധമാണ്. ഇന്ന് ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്ന കാഴ്ചപ്പാട്, ലൗകികമായ കാഴ്ചപ്പാട് പൊതുവെ പറഞ്ഞാൽ ആദ്യത്തേതാണ്. ആർക്കെങ്കിലും ഒരു പദവി കിട്ടിയാൽ ആ പദവി ആരുടെയോ നക്കാപ്പിച്ച കൊണ്ട് കിട്ടിയതാണ്, ആരുടെ ഔദാര്യത്തിൽ കിട്ടിയതാണ്. എനിക്കല്ലാതെ എൻ്റെ കഴിവ് കൊണ്ട് ഈ കസേരയിൽ വലിഞ്ഞു കയറി ഇരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് എന്നെ അവിടെ പൊക്കി വെച്ച ആ ആളുകളോട് ഞാൻ ആജീവനാന്തം നന്ദിയുള്ളവരായിരിക്കണം. അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ മനസാക്ഷി അങ്ങോട്ട് മാറ്റി വച്ചിട്ട് ഏത് വിധത്തിൽ അവർക്ക് വേണ്ടി ഏത് അധർമ്മവും ചെയ്യാമോ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. സംശയിക്കേണ്ട. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എനിക്ക് പറയാൻ വളരെ അധികമുണ്ട്. ഞാൻ പൊതുവായ തത്വം മാത്രം അവതരിപ്പിക്കുന്നത് അനാവശ്യമായ കോൺട്രവേഴ്സീസ് വരുത്തി വെക്കണ്ട എന്ന് വിചാരിച്ച് ഇഷ്ടം പോലെ കോൺട്രവേഴ്സീസ് അയച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് എനിക്കറിയാൻ കഴിയും. ഇനിയും ഇത് ചരിത്രപരമായി അല്പം ഒന്ന് പരിശോധിക്കുന്നത് വ്യക്തത വർദ്ധിപ്പിക്കുന്നതിന് ഉതകുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് പരിചയമുള്ളൊരു പേരാണ് റൂസോ എന്നുള്ളത്.
ROUSSEAU, റൂസോ. അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായൊരു പുസ്തകമാണ് എമിൽ എന്നത്. എമിൽ, EMILE. യൂറോപ്പിൽ ആദ്യമായി വിദ്യാഭ്യാസ വീക്ഷണത്തെപ്പറ്റി ഒരു നോവൽ, റൊമാൻസ് ഉണ്ടാകുന്നത് റൂസോയിൽ കൂടെയാണെന്നാണ് എൻ്റെ പരിമിതമായ വായനയിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പുസ്തകത്തിൽ റൂസോ അവതരിപ്പിക്കുന്ന ഒരാശയമുണ്ട്. അതെന്താണ്? ഞാൻ ഈ പറഞ്ഞു വന്ന ആശയമാണ്. നിങ്ങൾ ഒരു സാഹചര്യത്തിലായിരിക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ സംഘടനാപരമായ താല്പര്യം മാത്രം പരിഗണിച്ചാണെങ്കിൽ നിങ്ങളിൽ കൊണ്ട് ബഹിർഗമിക്കുന്നത് അധപ്പതനത്തിൻ്റെ അഴുക്ക് ചാലുകളായിരിക്കും. ദ സ്യൂവേഴ്സ് ഓഫ് കറപ്ഷൻ, അതായത് അഴിമതിയുടെയും അധപ്പതനത്തിൻ്റെയും അഴുക്ക് ചാലുകളായിരിക്കും നിങ്ങളിൽ നിന്ന് ബഹിർഗമിക്കുന്നത്. അല്ല, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ നിങ്ങൾ പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനപ്പുറത്ത് ഈ സമൂഹത്തിൻ്റെയും മാനവജാതിയുടെയും ആകമായ നന്മയെ മുൻനിർത്തി നിങ്ങളതിനെ മനസ്സിലാക്കുകയും അതിനോടുള്ള പ്രതികരണ രീതി തിട്ടപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങളിൽ കൊണ്ട് ബഹിർഗമിക്കുന്നത് വെളിച്ചമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നന്മയായിരിക്കും. അത് മനോഹരമായ ചിന്തയാണ്. ഈ ചിന്ത അതിനുശേഷം, അതായത് റൂസോയുടെ എമിൽ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച ശേഷം യൂറോപ്പിലെ ഒട്ടുമുക്കാലും ചിന്തകരെ അത് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇമ്മാനുവൽ കാന്ത്. അദ്ദേഹത്തിൻ്റെ എത്തിക്കൽ തിങ്കിങ്, ധാർമ്മികമായ ചിന്താഗതി നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഹൃദയഭാഗത്ത് ഈ മർമ്മം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഉണ്ടായിട്ടുള്ള മിക്കവാറും എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമായ ഒരു തത്വമാണ്. ഇത് തിരിച്ചറിയാനുള്ള നല്ല ഒരു അവസരമായിട്ട് വേണം ഇലക്ഷൻ കമ്മീഷനെ പറ്റിയുള്ള ഇപ്പോഴത്തെ ഈ ഒരു വലിയ കോൺട്രവേഴ്സി നാം മനസ്സിലാക്കേണ്ടത്, പരിഗണിക്കേണ്ടത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ രാജ്യത്തിൻ്റെ ആകമാനമായ നന്മ, ഈ രാജ്യത്തിൻ്റെ അഭിമാനമായ ജനാധികാര വ്യവസ്ഥിതി, ഡെമോക്രാറ്റിക് വേ ഓഫ് ഗവർണൻസ്, അതിനോട് പ്രതിപത്തി കാണിക്കുന്നതിൽ ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന അവസ്ഥ സംജാതമായത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉടലെടുത്തത്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചുമതലയുള്ള 3 പേർ അവരുടെ ചുമതലകൾ നിർവഹിച്ചപ്പോൾ ഈ രാജ്യത്തിൻ്റെ പൊതുവായ നന്മയ്ക്ക് മുൻഗണന കൊടുക്കുന്നതിന് പകരം അവരുടെ വ്യക്തിപരമായ ചില ഈക്വേഷൻസ്, ചില ഓബ്ലിഗേഷൻസ്, ചില കടപ്പാടുകൾ, ചില നന്ദി പ്രകടനങ്ങൾ, ചില ആരാധനാ മനോഭാവം, ചില വിധേയത്വം, അവരെ അടക്കി ഭരിച്ചു. തൽഫലമായി ചില പ്രമാദമായ പാളിച്ചകൾ സംഭവിച്ചു എന്ന ആരോപണം. വീണ്ടും ഞാൻ പറയുന്നു, ഇത് ആരോപണമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തെളിയിക്കപ്പെട്ട കാര്യമല്ല. ഇത് ആരോപണമാണ്, ആരോപണമാണ്, ആരോപണമാണ്. എന്നാൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട കടമ ഇലക്ഷൻ കമ്മീഷനുണ്ട്. അവരതിനു വേണ്ടി ശ്രമിക്കുന്നില്ല എന്നത് ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന സംശയത്തെ വളരെ ശക്തമാക്കുവാൻ മാത്രം അത് ഉപകരിക്കുന്നതാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഞാൻ ഇലക്ഷൻ കമ്മീഷണറുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അതുണ്ട് എന്നുള്ളതിന് യാതൊരു സൂചനയും നാളിതുവരെ ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ആ പത്രപ്രസ്താവനകളെ, പ്രസ് കോൺഫറൻസിനെ പരാമർശിച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ നിങ്ങളുമായി പങ്കിട്ടത്. ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നിട്ടും ഇതുമൂലം വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന, ആർക്കും അവഗണിക്കുവാൻ അവകാശമില്ലാത്ത ചില സുപ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ ആകമാനം ഒന്നുപോലെ ബാധിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലാക്കുന്ന പ്രശ്നങ്ങൾ പൊന്തി വന്നപ്പോൾ അതിനു നേരെ കണ്ണടയ്ക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തെ ഞാൻ ആദ്യമായി സ്പർശിക്കുന്നത്. അത് 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ്. വളരെ കാത്തിരുന്നിട്ടാണ്, ചിന്തിച്ചിട്ടാണ്, ആലോചിച്ചിട്ടാണെന്ന് ഇവിടെ ഞാൻ പറയട്ടെ. അപ്പോൾ ഇവിടെ ധാർമ്മികവും ആധ്യാത്മികവുമായ വളരെ ശ്രദ്ധേയമായൊരു തത്വമുണ്ട്. അത് നമ്മെ എല്ലാവരെയും ബാധിക്കുന്നതാണ്.
ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ആധികാരികതയും വ്യക്തതയും വരും എന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പോവുകയാണ്. ഞാൻ സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നപ്പോൾ വളരെ സാഹസികമെന്നും എൻ്റെ ജീവന് അപകടം വരുത്തുവാൻ പര്യാപ്തമെന്നുമായിട്ടുള്ള പല നിലപാടുകൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ സത്യസന്ധമായി ആദർശങ്ങളെ അള്ളിപ്പിടിച്ചുകൊണ്ട് ആരെങ്കിലും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു തസ്തികയിലിരുന്ന് സേവനം ചെയ്താൽ അത് രാജ്യത്തെ കയ്യൂക്കുള്ള ആളുകളോട് കാണിക്കുന്ന ധിക്കാരമാണെന്ന് മാത്രമേ ധരിക്കപ്പെടുകയുള്ളൂ. അതിൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയും. അങ്ങനെയുള്ളവനെ അന്നേരം തൊഴിച്ചു വെളിയിൽ കളയണം എന്നത് മാത്രമാണ് ഈ കയ്യൂക്കുള്ള വരേണ്യവർഗത്തിൻ്റെ പ്രതികരണം. അതിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെയാകുമ്പോൾ എനിക്കെതിരെ സംഘടിതമായ വലിയ 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 ആക്രമണം ഉണ്ടായിട്ടും എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അല്പം പോലും വിട്ടുമാറാതെ ഞാൻ നിർവഹിക്കേണ്ട കടമകൾ ആരെയും ഭയക്കാതെ ഞാൻ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡൽഹിയിൽ 72 കോളേജുകളുണ്ട്. അതിനകത്ത് 72 പ്രിൻസിപ്പൽസുമുണ്ട്. അതിൽ പലരും ഫോണിൽ വിളിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഞങ്ങൾ വന്നൊന്ന് കണ്ടുകൊള്ളട്ടെ, ഇങ്ങനെ പ്രവർത്തിക്കാൻ എവിടെ നിന്നാണ് താങ്കൾക്ക് ധൈര്യം കിട്ടുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രവർത്തിക്കാൻ എങ്ങനെയാണ്, എവിടെ നിന്നാണ് താങ്കൾക്ക് ധൈര്യം കിട്ടുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് എപ്പോഴും പറയുന്ന കാര്യം, ഇങ്ങോട്ട് വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയാമോ? ഞാനിരിക്കുന്ന കസേരയില്ലേ, ഈ കസേര എനിക്ക് പുല്ലാണെങ്കിൽ ഈ കസേര ഒഴിഞ്ഞു കൊടുക്കാൻ എനിക്കിപ്പോൾ തന്നെ മനസ്സാണെങ്കിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ സത്യം. എൻ്റെ കസേര തെറിച്ചു പോകുമോ എന്ന് പേടിക്കുന്നവന് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇതെൻ്റെ വ്യക്തിപരമായ സാക്ഷ്യമാണ്. അതുപോലെ ഇലക്ഷൻ കമ്മീഷനുള്ള മഹാന്മാർ അവരുടെ മനസാക്ഷി അനുസരിച്ചും അവർ ഏറ്റിരിക്കുന്ന കടമകളുടെ ബാഹുല്യം പ്രാധാന്യം അനുസരിച്ചും ഭാരതത്തിൻ്റെ ഭരണഘടന ആത്മാവിനെ മാനിച്ചും ഇലക്ഷൻ കമ്മീഷനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുടെ ആത്മാവിനെ മാനിച്ചും നിഷ്പക്ഷമായി അവരുടെ സുപ്രധാന കടമകൾ പാവനമായി നിർവഹിക്കണമെങ്കിൽ കസേര തെറിച്ചു പോയാലും ഞങ്ങൾക്ക് കാര്യമില്ല. ഞങ്ങൾ ഏറ്റിരിക്കുന്ന ചുമതലകൾ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, തലമുറകളെ ബാധിക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തിൽ ഒരു സമർപ്പണ ബുദ്ധിയോടെ അവരുടെ കർത്തവ്യങ്ങളെ അവർ സമീപിച്ചാൽ മാത്രമേ അവരേറ്റിരിക്കുന്ന ചുമതലകളോട് നീതി പാലിക്കുന്നതിൽ അവർ വിജയിക്കുകയുള്ളൂ എന്ന സത്യം ഭാരതത്തിലെ ഓരോ പൗരനും തിരിച്ചറിയേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ആശയത്തെ ഇതിൽ കൂടുതൽ വ്യക്തമായി വെളിപ്പെടുത്തുവാൻ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ട്, കൂടുതലായി സമയമെടുത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ എൻ്റെ ചിന്തകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ദയവായ ഒരു കാര്യം, ഞാനിതിൽ അവതരിപ്പിച്ച കാര്യം മനസ്സിലാക്കുക. 2 സാധ്യതയുള്ളൂ. നാം ആരായാലും എവിടെ ഇരുന്നാലും 2 സാധ്യതയുള്ളൂ. ഒന്നുകിൽ എൻ്റെ കൊച്ചു വ്യക്തിപരമായ സ്വയത്തിൻ്റെ താല്പര്യമനുസരിച്ച് എൻ്റെ ചുമതലകളെയും സാഹചര്യങ്ങളെയും ഞാൻ ഉപയോഗിക്കുകയോ ദുരുപയോഗിക്കുകയോ ചെയ്യുക. 2, എൻ്റെ സ്വയത്തിൻ്റെ താല്പര്യത്തിനപ്പുറത്ത് വലിയ ബൃഹത്തായ ഒരു ലോകമുണ്ടെന്നും കുറഞ്ഞ പക്ഷം ഈ രാജ്യത്തിൻ്റെ ആകമാനമായ നന്മയെ മുൻനിർത്തി അതിനേറ്റവും കൂടുതൽ മാഹാത്മ്യം ഉണ്ടാകത്തക്കവണ്ണം ഞാൻ എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന അന്വേഷണ ബുദ്ധിയോടെ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകളെ നിർവഹിക്കുകയും ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായൊരു സമീപനമാണ്. പക്ഷേ ആ സമീപനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ സംവിധാനങ്ങളിൽ ഇന്ന് ഏതാണ്ട് തിരോധാനം ചെയ്ത അവസ്ഥയിലാണ്. ഈ ഒരു ദുർഗതിക്ക് വ്യത്യാസം വരുത്തുക എന്നതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ അതേസമയം തന്നെ ഇങ്ങനെയുള്ള ഈ ആരോപിക്കപ്പെട്ടതുപോലെയുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽ വരുമ്പോൾ
അവയ്ക്കെതിരെ തീർച്ചയായും അതിശക്തമായി പ്രതികരിക്കുകയും അങ്ങനെയുള്ള വഴിയിൽ കൂടെ നടക്കുന്നവർ സ്ഥായിയായ നേട്ടങ്ങൾ കൈവരിക്കുകയോ അത് ഉപഭോക്ത വസ്തുവാക്കി വെച്ച് സന്തോഷിച്ച് വാഴുകയോ ചെയ്യുകയില്ല. ഇത് അപകടത്തിലേക്കും മരണത്തിലേക്കുമുള്ള വഴിയാണ് എന്ന് ഏവരും തിരിച്ചറിയത്തക്കവണ്ണമുള്ള ശക്തമായ പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകണം, യാതൊരു സംശയമില്ല. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല, ആ പ്രത്യേകമായ സംഭവത്തിൽ നിന്ന് പൊതുവായ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു യാത്ര. അതിൻ്റെ പേരാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയും. ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് അപ്രോച്ച് ഉണ്ട്, ഇൻഡക്റ്റീവ് അപ്രോച്ച് ഉണ്ട്. എന്താണ് ഈ ഇൻഡക്റ്റീവ് അപ്രോച്ച്? അതാണ് സയൻറ്റിഫിക് അപ്രോച്ച് ഈസ് ഇൻഡക്റ്റീവ്. അതായത് ഒരു സംഭവം ഉണ്ടായി, അതിൽ നിന്ന് ജനറലായി പൊതുവായുള്ള തത്വം. ഡിഡക്റ്റീവ് എന്താണ്? പൊതുവായ തത്വത്തിൽ നിന്ന് ഈ പ്രത്യേകമായ സംഭവത്തിലേക്ക്. ഫ്രം ദ പെർട്ടിക്കുലർ ടു ദ ജനറൽ ആൻഡ് ദ യൂണിവേഴ്സൽ ഈസ് ദ ഇൻഡക്റ്റീവ് അപ്രോച്ച്. ഫ്രം ദ യൂണിവേഴ്സൽ ആൻഡ് ദ ജനറൽ ടു ദ പെർട്ടിക്കുലർ ഈസ് ദ ഡിഡക്റ്റീവ് അപ്രോച്ച്. ഞാൻ താല്പര്യപ്പെടുന്നത് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. അതാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായി നാം ചിന്തിക്കേണ്ട, ഒരിക്കലും അവഗണിച്ചുകൂടാത്ത അടിസ്ഥാനപരമായ ഒരു ആശയമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പങ്കിട്ടിട്ടുള്ളത്. അതല്പം സമയമെടുത്ത് ഞാൻ വിശദീകരിച്ച് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ദയവായി ക്ഷമയോടെ ഇതിൽ പങ്കെടുത്തു. അതിനുള്ള നന്ദി കൂടെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.